സജേട്ടൻ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ ഏറ്റവും കൂടുതലും പോകുന്നത് ഒക്കെ യൂറോപ്പ്, ഓസ്ട്രേലിയ, കാനഡ പോലത്തെ രാജ്യങ്ങളിലേക്കാണ്. ഈ കഞ്ഞി കഴിച്ചു കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ, വല്ലാത്തൊരു എനർജി. അന്നത്തെ ക്ഷീണം, നോമ്പെടുത്ത ക്ഷീണങ്ങൾ കംപ്ലീറ്റ് അതിനകത്ത് പോയി കാണാറുണ്ട്. അത് ഇപ്പം സജേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ. അതിനകത്ത് കാൽസ്യം, വൈറ്റമിൻ സി, ഫോസ്ഫറസ് ഒക്കെ എല്ലിന്റെ ബലത്തിന്, പല്ലിന്റെ ബലം ഒക്കെ കൂട്ടുന്നുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നായിടങ്ങ ഈ മണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിൽ നിന്നും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സജേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ കരിക്കിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ നമുക്ക് കോക്കനട്ട് അഥവാ തേങ്ങ എന്നുള്ളത്. ഈ തേങ്ങയെക്കുറിച്ചും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടാവില്ലേ? അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ തേങ്ങയെക്കുറിച്ചുള്ള ഗുണങ്ങളൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ന്യൂട്രിയൻസിന്റെയും വൈറ്റമിൻസിന്റെയും പവർ ആണ് ശരിക്കും തേങ്ങ അല്ലെങ്കിൽ തേങ്ങാപ്പാല് മതി പറയാം. അമ്മയുടെ മുലപ്പാല് അലർജി ആയ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ലാക്ടോസ് അലർജി ഉള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ പാല് അലർജി ആയ ആളുകൾക്ക് ഒക്കെ പാലിന് പകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് തേങ്ങാപ്പാല്. ഒരുപക്ഷെ പല അമേരിക്കൻ എഴുത്തുകാരും പറയുന്നുണ്ട് അമ്മയുടെ മുലപ്പാലിനോളം ഗുണമുള്ള സാധനമാണ് തേങ്ങാപ്പാല്. പ്രധാന കാരണം ലോറിക് ആസിഡ്, വൈറ്റമിൻ സി, കാൽസ്യം ഒക്കെ വളരെയധികം തേങ്ങ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് പ്രതിരോധ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നത്, നമ്മുടെ രോഗപ്രതിരോധശേഷിയെ വർദ്ധിപ്പിക്കുന്നത് ലോറിക് ആസിഡാണ്. അപ്പോൾ ആ ലോറിക് ആസിഡിന്റെ ആധിക്യമാണ് തേങ്ങ ഇത്രയും വലിയ ഗുണകരമാക്കുന്നത്. അൾസറുള്ള ആളുകൾക്ക് അവിടെ അൾസറിനെ ബന്ധപ്പെട്ടുള്ള വീക്കങ്ങള്, വേദന, അതിന്റെ മറ്റ് പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് തേങ്ങാപ്പാല്. തന്നെയല്ല, വീണ്ടും അൾസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ദഹിച്ച് എനർജി റിലീസ് ആകുന്ന സാധനം കൊണ്ടാണ് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങ. അതുകൊണ്ടാണ് ഭക്ഷണത്തോളം തേങ്ങ ചേർത്ത കറികൾ പെട്ടെന്ന് ദഹിക്കുകയും നമുക്ക് പെട്ടെന്ന് തന്നെ എനർജി ലഭിക്കുകയും ചെയ്യുന്നു. അതായത് തേങ്ങ അരച്ച കറികൾ നമ്മൾ കേരളക്കാര് ആണല്ലോ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്, അതോ വേറെ ആളുകളാണ്? മറ്റ് ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസിലൊക്കെ തേങ്ങ പ്രധാന ഭക്ഷ്യവസ്തു തന്നെയാണ്. ദക്ഷിണേഷ്യയില് ഏകദേശം ഒരുപാട് സ്ഥലങ്ങളിൽ തേങ്ങ ഭക്ഷ്യവസ്തു കറികളിലൊക്കെ നന്നായി ചേർത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഞ്ഞി, തേങ്ങാപ്പാൽ ഒഴിച്ച് ഉപയോഗിക്കുന്ന കഞ്ഞി നമ്മളെ ഒരുപാട് ശരീരത്തിന്റെ എനർജി കൂട്ടുകയും DNA നാശങ്ങൾ വരെ തടയും. ഈ ഒരു കാര്യം സജേട്ട പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഈ റംസാൻ കാലത്തൊക്കെ നമുക്ക് ഉമ്മ ഒരു കഞ്ഞി ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു. അതായത് നമ്മുടെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ജീരകവും അരച്ചിട്ടുള്ള ഒരു കഞ്ഞി. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക തേങ്ങയും തേങ്ങാപ്പാലുമാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ സജേട്ട പറഞ്ഞ മാതിരി ഇപ്പോൾ ഒരു എനർജി എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ കാര്യം ഓർമ്മയായത്. ഈ കഞ്ഞി കഴിച്ചു കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ, വല്ലാത്തൊരു എനർജി. അന്നത്തെ ക്ഷീണം, നോമ്പെടുത്ത ക്ഷീണങ്ങൾ കംപ്ലീറ്റ് അതിനകത്ത് പോയി കാണാറുണ്ട്. അത് ഇപ്പം സജേട്ട പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. തേങ്ങാപ്പാലിൽ ശരിക്കും തേങ്ങയിൽ നന്നായിട്ട് കലോറി നന്നായിട്ടുണ്ട്. 500-600 ഗ്രാം കലോറി ഒരു തേങ്ങക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് പെട്ടെന്ന് റിലീസാകും, പെട്ടെന്ന് കയറിൽ ചെന്ന് ദഹിച്ച് മീഡിയം ചെയ്യും ഫാറ്റി പെട്ടെന്ന് തന്നെ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുക. ഈ തേങ്ങാപ്പാലിനാണ്. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് സാധാരണ നമ്മളെ ഭക്ഷ്യം അന്നജം, അത് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇത് നേരെ ദഹിക്കപ്പെടുകയും കരളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് എനർജി റിലീസാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു ക്ഷീണമോ ബുദ്ധിമുട്ടോ വരുന്നു, തേങ്ങാപ്പാൽ അത് തന്നെ നമുക്ക് കരിക്കും വെള്ളത്തിന് അതിനേക്കാൾ ഒന്നും കൂടെ പവർ കൂടിയ സാധനമാണ് തേങ്ങാപ്പാൽ. അതെ, ആദ്യ എപ്പിസോഡിലൊക്കെ സജേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാൽ കുടിച്ചാൽ നല്ലതാണ്. തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ, പിന്നെ അതല്ലെങ്കിൽ നമുക്ക് വിളർച്ചങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും തേങ്ങാപ്പാലിൽ നമുക്ക് എനർജി, അതായത് നമ്മൾ മനുഷ്യ ശരീരം വേണ്ട ഒരുവിധം എല്ലാ സാധനങ്ങളും തേങ്ങാപ്പാലിലുണ്ടെന്നുള്ള. പല അസുഖങ്ങൾക്കും തേങ്ങാപ്പാല്, ഇപ്പം ഈ ആയുർവേദത്തിലും പ്രകൃതി ചികിത്സയിലൊക്കെ ഹാർട്ട് അറ്റാക്കിനും ഷുഗറിനും ട്രീറ്റ്മെന്റ് തന്നെ തേങ്ങാപ്പാൽ. ഓക്കെ, ആയുർവേദത്തിൽ പ്രധാനമാണല്ലോ. ശരീരത്തിനകത്ത് പുരട്ടുന്ന മിക്ക തൈലങ്ങളിലും ചേർക്കുന്നത് ശരിക്ക് വെളിച്ചെണ്ണ തന്നെയല്ലേ. സന്ധിവേദന നല്ലൊരു പരിഹാരമാണ് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ അകത്ത് കഴിക്കാൻ പുറം പെട്ടെന്ന് സന്ധിവേദനയ്ക്ക് നല്ല റിസൾട്ടാണ്. അത് തന്നെ അതിനകത്ത് കാൽസ്യം, വൈറ്റമിൻ സി, ഫോസ്ഫറസ് ഒക്കെ എല്ലിന്റെ ബലത്തിന്, പല്ലിന്റെ ബലം ഒക്കെ കൂട്ടുന്നുണ്ട്. പണ്ട് ശാസ്ത്രം പറഞ്ഞിരുന്നത് പൂരിത കൊഴുപ്പാണ് എല്ലാ ഹാർട്ട്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ്. ഇപ്പം അത് മാറ്റി പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു.
പൂരിത കൊഴുപ്പല്ല. വെരി ഗുഡ്. പണ്ട് കാലത്ത് എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അതിൽ ലാസ്റ്റ് തേങ്ങയും തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും താളിക്കാതെ ഒരു സംഭവമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ആരാണോ കൂടെ ഫണ്ട് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ശാസ്ത്ര ഗവേഷണം നടത്തുന്നു, അവർക്ക് വേണ്ട ഉത്തരമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓർക്കുന്നുണ്ടാവും ഒരു കാലത്ത് പല്ല് തേക്കുന്നത് ഉമിക്കരി ഉപയോഗിച്ച്, നമ്മുടെ നാട്ടിലൊക്കെ കരി ഉപയോഗിച്ച് പണ്ട് പല്ല് തേച്ചുകൊണ്ടിരുന്നത് അത് പല്ലിന് ഇനാമല നശിപ്പിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പേസ്റ്റേ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. ഇപ്പൊ ആ പേസ്റ്റ് കമ്പനിക്കാരൻ തന്നെ കരിന്റെ ചാർക്കോളിന്റെ ചാർക്കോൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള പേസ്റ്റുകളും. അത് ജനം ബോധം വരുന്നുണ്ട്, ജനത്തിന് അറിവ് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടില് തേങ്ങയെ പറ്റിയോ വെളിച്ചെണ്ണയെ പറ്റിയോ ഉള്ള അപഖ്യാതികൾ ഇപ്പോഴും നമ്മൾ കുറെ ആൾക്കാർ ഡോക്ടർ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പല പ്രശ്നങ്ങൾക്കും തേങ്ങ കഴിക്കരുത്, വെളിച്ചെണ്ണ കഴിക്കരുത് എന്ന് പറയുമ്പോൾ അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, അമേരിക്കയിലേക്ക് തേങ്ങേനെ വെളിച്ചെണ്ണ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് വിദേശം ഇപ്പം ഇവിടെ സാധനം മുഴുവനും ഇപ്പൊ ഞാൻ തന്നെ ഉത്പാദിപ്പിക്കുന്ന 60% എക്സ്പോർട്ടേഴ്സിനാണ് കൊടുക്കുന്നത്. സജേട്ടനുണ്ടാക്കുന്ന വെളിച്ചെണ്ണ ഏറ്റവും കൂടുതലും പോകുന്നത് ഒക്കെ യൂറോപ്പ്, ഓസ്ട്രേലിയ, കാനഡ പോലത്തെ രാജ്യങ്ങളിലേക്കാണ്. നമ്മളിവിടെ ഇതിനെ തള്ളിപ്പറയും. ഇതിനെ ഗുണം മനസ്സിലാക്കിയ ആളുകൾ അപ്പം വിദേശികളൊക്കെ തന്നെ ദിവസം വെറും വയറ്റിൽ എണ്ണ കുടിച്ചോണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ ഉപേക്ഷിച്ച് നമ്മൾ സൺഫ്ലവറിന് പുക പോകുന്നു. അതിനെ പറ്റി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പഠിക്കുകയും ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ അപകടം. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് തേങ്ങയെക്കുറിച്ചും കരിക്കിനെ കുറിച്ചൊക്കെ എല്ലാവരും പഠിക്കുക, പഠനം നടത്തുക എന്നുള്ളത് തന്നെയാണ് സജേട്ടൻ പറയുന്നത്. എന്നിട്ട് അതിൻ്റെ ഗുണനിലവാരങ്ങൾ നിങ്ങൾ തന്നെ അറിഞ്ഞ് മറ്റുള്ളവരിലേക്കും കൂടെ ഈ വാർത്തകൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്.